യോ ഗായ്സ്, ഇന്ന് ഞാൻ ടോക്കിയോ റിവെഞ്ച് സീസൺ 3യുടെ 11ാമത്തെ എപ്പിസോഡ് ബ്രേക്ക് ഡൗൺ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ ഇസാനയും മൈക്കിയും തമ്മിലുള്ള ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്ത ശേഷം മൈക്ക് ഇസാനയുടെ അടുത്തെത്തി നമുക്കതെല്ലാം ഇവിടെ വെച്ച് തീർപ്പാക്കാൻ ബ്രദർ എന്ന് പറയുന്നു. അങ്ങനെ തക്കേമിച്ചി മൈക്കി വാസസ് ഇസാന ഫൈറ്റ് കാണാൻ റെഡിയായി നിൽക്കുന്നു. അപ്പോഴേക്കും അവൻ്റെ അടുത്ത് നിന്ന ഡ്രാഗൻ അവനോട് തക്കേമിച്ചി ഫ്യൂച്ചറിൽ നിന്നും വന്നതാണല്ലേ എന്നും ഇത് കേൾക്കുമ്പോൾ മണ്ടത്തരമായി തോന്നുമെങ്കിലും ഞങ്ങൾ അവനിൽ വിശ്വസിക്കുന്നുവെന്നും മൈക്കിയും താനും ഇപ്പോൾ തക്കേമിച്ചിയുടെ കരങ്ങളിലാണെന്നും അതിനാൽ അവൻ ചെയ്യാൻ വന്ന ജോലി തീർപ്പാക്കാനും പറയുന്നു. അപ്പോഴേക്കും ഇസാന എമ്മ മരിച്ചിട്ടും അവൻ ഇവിടേക്ക് വന്നത് കണ്ട് ആശ്ചര്യപ്പെടുന്നു. അപ്പോഴേക്കും മൈക്കി അവനും ഷിനിച്ചിറോയും എമ്മയും തമ്മിൽ പണ്ട് നടന്ന സംഭവങ്ങളെല്ലാം ഓർത്ത് ദേഷ്യം വന്ന് മൈക്കി ഇസാനയെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ മൈക്കിയെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് അയാൾ മൈക്കിയുടെ അറ്റാക്കുകൾ ബ്ലോക്ക് ചെയ്യുന്നു. മൈക്കി വീണ്ടും അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഇസാന ഒരു പൊട്ടിച്ചിരിയോടെ അയാളുടെ അറ്റാക്കുകൾ ബ്ലോക്ക് ചെയ്യുകയും ശേഷം മൈക്കി തിരിച്ച് അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ മൈക്കിയുടെ അറ്റാക്ക് എല്ലാം അയാൾ ബ്ലോക്ക് ചെയ്തത് കണ്ട് തോം മെമ്പേഴ്സ് എല്ലാവരും അത്ഭുതപ്പെടുന്നു. അപ്പോൾ മൂച്ചോ ഫൈറ്റ് ചെയ്യാനുള്ള ഇസാനയുടെ അതിതീവ്രമായ ആഗ്രഹമാണ് അയാളിൽ കരിസ്മ തോന്നിപ്പിക്കുന്നതെന്ന് പറയുന്നു. അതേസമയം തന്നെ ഇസാന തൻ്റെ പ്ലാൻ കംപ്ലീറ്റ് ഫെയിൽ ആയതിനാൽ ഇനി അവരെല്ലാവരെയും ബീറ്റ് ചെയ്യുകയല്ലാതെ തൻ്റെ മുമ്പിൽ വേറെ വഴിയില്ലെന്ന് പറഞ്ഞ് അയാൾ ഫൈറ്റിനായി നിൽക്കുന്നു. അപ്പോൾ തക്കേമിച്ചി മൈക്കി തങ്ങളുടെ ഒപ്പമുണ്ടെങ്കിലും തോമൻ തോൽക്കുമോ എന്ന് കണ്ട് അയാൾ പേടിക്കുന്നു. എന്നാൽ മൈക്കി വീണ്ടും എണീറ്റ് ഫൈറ്റിനായി ചെല്ലുന്നു. എന്നാൽ ഇസാന വീണ്ടും അയാളെ ഈസിയായി ബ്ലോക്ക് ചെയ്യുന്നു. എന്നാൽ ഇതിനിടയിൽ മൈക്കി എന്തിനാണ് അയാൾ എമ്മയെ കൊന്നതെന്ന് ചോദിക്കുന്നു. അങ്ങനെ ഇസാനയുടെ കുട്ടിക്കാലം കാണിക്കുന്നു. ഇസാനയും കാക്കുചോയും അനാഥാലയത്തിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഇസാനയെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ടെന്ന് അറിയുന്നു. അവൻ അമ്മയാണെന്ന് കരുതി പോയി നോക്കിയപ്പോൾ അവൻ ഷിനിച്ചിറോയെ കാണുന്നു. അയാൾ അവനോട് നീയാണല്ലേ ഇസാന എന്ന് ചോദിക്കുന്നു. എന്നാൽ അവൻ അയാൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഷിനിച്ചിറോ താൻ അവൻ്റെ ഓൾഡർ ബ്രദറാണെന്ന് പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കെ ഇസാന മനസ്സിലാലോചിക്കുന്നു, എനിക്ക് എപ്പോഴും വേണ്ടിയിരുന്നത് ഒരു ഓൾഡർ ബ്രദറിനെ ആയിരുന്നു. ഇപ്പോൾ ഇയാൾ വന്ന് പറയുന്നതും ഇദ്ദേഹം എൻ്റെ ഓൾഡർ ബ്രദറാണെന്നാണ്. ശേഷം അയാൾ അവനെയും കൊണ്ട് പുറത്തേക്ക് പോകാൻ തയ്യാറാവുന്ന സമയം കാക്കുച്ചോ അയാളെ ഒളിഞ്ഞു നോക്കുന്നത് ഷിനിച്ചിറോ കാണുന്നു. അവർ കാക്കുച്ചോയും അവരുടെ ഒപ്പം വിളിച്ചെങ്കിലും അവൻ വരാൻ വിസമ്മതിച്ചു. ശേഷം അവർ രണ്ടും കൂടി പോകുന്നു. എന്നാൽ അന്ന് ആദ്യമായി ബൈക്കിൽ യാത്ര ചെയ്യുന്ന ഇസാനയ്ക്ക് അത് വളരെയേറെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഷിനിച്ചിറോ നമ്മൾ സ്ട്രെസ്ഡ് ആയിരിക്കുമ്പോഴെല്ലാം ഈ ബൈക്ക് എടുത്ത് ഒരു റൈഡ് പോയാൽ അതെല്ലാം നമ്മൾ മറക്കുമെന്ന് പറയുന്നു. ശേഷം അവർ ഒരുമിച്ച് ഒരു റോഡിന്റെ സൈഡിൽ നിന്ന് ഫുഡ് കഴിക്കുന്നു. അപ്പോൾ ഇസാന അവന് സ്വന്തമായ ഒരു ബ്രദർ ഉണ്ടെന്നതും അവനെ സന്തോഷിപ്പിക്കുന്നു. പിന്നീട് ഷിനിച്ചിറോ അയാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇസാനയും ഒപ്പം കൂട്ടി, കൂടാതെ എങ്ങനെ ഫൈറ്റ് ചെയ്യേണ്ടതെന്നും പഠിപ്പിക്കുന്നു. ശേഷം ഇസാന അത് കാക്കുചോയ്ക്കും പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ കാക്കുചോ അവന് നല്ലൊരു ബ്രദറിനെ കിട്ടിയതിൽ തനിക്ക് സന്തോഷമുണ്ടെന്ന് പറയുന്നു. ഒപ്പം അവൻ്റെ സിസ്റ്ററിനെയും അടുത്ത് നമ്മളെ കൊണ്ടുവരാമെന്ന് ഷിനിച്ചിറോ പറഞ്ഞുവെന്ന് അവൻ പറയുന്നു. ശേഷം ഇസാന ഓർക്കുന്നു, ഷിനിച്ചിറോയാണ് എന്നെ ബൈക്കുകളെ പറ്റി പഠിപ്പിച്ചത്. അദ്ദേഹമാണ് തന്നെ തെമ്മാടുകളെ പോലെ നടക്കാനും പിന്നെ ഫാഷനും ഹെയർ സ്റ്റൈലും അങ്ങനെ മൊത്തമായി എങ്ങനെ ചിരിക്കണമെന്നും എന്നെ പഠിപ്പിച്ചത്. ഷിനിച്ചിറോ എൻ്റെ മാത്രം ഓൾഡർ ബ്രദറാണ്. ശേഷം ഇസാനെ ജുവനൈൽ ഹോമിൽ നിന്ന് റിലീസാക്കിയപ്പോൾ കാക്കുച്ചോയെ പോലും കാണാൻ കൂട്ടാക്കാതെ അവൻ നേരെ ഷിനിച്ചിറോയുടെ അടുത്തേക്കാണ് ചെന്നത്. അങ്ങനെ ഷിനിച്ചിറോയുടെ വർക്ക്ഷോപ്പിൽ വെച്ച് അയാളെ കാണാനെത്തിയ ഇസാന അയാളുടെ ഒപ്പം കുട്ടിയായി യുനൂപ്പിയും കാണുന്നു. അങ്ങനെ ഇസാന അയാളെയും വിളിച്ചുകൊണ്ട് ഒരു റൈഡിന് പോകുന്നു. അവർ പോകുന്ന വഴി ഇസാന അയാളോട് ബ്ലാക്ക് ഡ്രാഗന്റെ നെക്സ്റ്റ് ജനറേഷൻ ലീഡർ തന്നെ ആക്കാമോ എന്ന് ചോദിക്കുന്നു. ഷിനിച്ചിറോ ഒരു മടിയും കൂടാതെ അത് സമ്മതിക്കുകയും അയാൾ അതിനെപ്പറ്റി അവനോട് അങ്ങോട്ട് പറയാൻ ഇരിക്കുകയായിരുന്നു എന്നും പറയുന്നു. കാരണം ഷിനിച്ചിറോയുടെ ആഗ്രഹം ബ്ലാക്ക് ഡ്രാഗന്റെ നെക്സ്റ്റ് ലീഡേഴ്സ് അയാളുടെ സിബ്ലിങ്സ് ആവണമെന്നായിരുന്നു. അങ്ങനെ ഷിനിച്ചിറോ ബ്ലാക്ക് ഡ്രാഗൻ ഇസാനയ്ക്കും അതിനുശേഷം അത് മൈക്കിക്കും നൽകണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് പറയുന്നു. എന്നാൽ മൈക്കിയെ പറ്റി പറഞ്ഞത് കേട്ട് ഇസാന ആകെ ഞെട്ടുന്നു. അങ്ങനെ അവനെ സമനില തെറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ഇസാന പോകുന്നു. അങ്ങനെ അവൻ ഇയാൾ ശരിക്കും താൻ വിചാരിച്ച പോലുള്ള ബ്രദർ അല്ലേ എന്ന് സംശയിക്കുന്നു. ശേഷം മൈക്കിയും ഇസാനയും തമ്മിലുള്ള ഫൈറ്റ് കാണിക്കുന്നു. അപ്പോൾ ഇസാന പറയുന്നു, ഷിനിച്ചിറോ ഞാൻ സങ്കല്പിച്ചിരുന്ന തരത്തിലുള്ള ഒരു ബ്രദർ അല്ലായിരുന്നു. എന്നാൽ അയാളെ നിന്റെ ആളുകൾ തന്നെ കൊന്നുകളഞ്ഞു. അതുകൊണ്ട് ഞാൻ നിന്നെ തോൽപ്പിച്ച് എനിക്കിഷ്ടപ്പെട്ട തരത്തിലുള്ള ഒരു ഷിനിച്ചിറോയെ പോലെ ആക്കാൻ പോവുകയാണെന്ന് പറയുന്നു. എന്നാൽ തക്കേമിച്ചിക്ക് അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ മൈക്കി അതാണോ അയാൾ എമ്മയെ കൊല്ലാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോൾ ദേഷ്യം വന്ന് ഇസാന മൈക്കി അറ്റാക്ക് ചെയ്ത് നിലത്തിട്ട ശേഷം അവനാണ് തൻ്റെ എല്ലാം നശിപ്പിച്ചതെന്നും അതുകൊണ്ടാണ് താൻ അവനെ കൊല്ലാൻ പോകുന്നതെന്നും പറയുന്നു. അതേസമയം മൈക്കിയോട് പണ്ട് ഷിനിച്ചിറോ മറ്റൊരു ഓൾഡർ ബ്രദർ കൂടി അവനുണ്ടായിരുന്നെങ്കിൽ മൈക്കിക്ക് എന്തായിരിക്കും തോന്നുക എന്ന് ചോദിച്ചത് അവൻ ഓർക്കുന്നു. അതേസമയം തന്നെ ഇസാന മൈക്കിയെ നന്നായി അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. തക്കേമിച്ചി എമ്മയുടെ മരണം മൂലമാണ് മൈക്കി ഇത്രയും വീക്കായി ഫൈറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കുന്നു. എന്നാൽ ഡ്രാഗൻ അതല്ല, ഇസാന മൈക്കിയേക്കാൾ ടഫായതാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നു. അങ്ങനെ അവരുടെ ഫൈറ്റ് ആവേശത്തോടെ കണ്ടുകൊണ്ടിരുന്ന കിസാക്കിയോടും ഹൻമയോടും കാക്കുച്ചോ സോളിറ്റ്യൂഡാണ് ഇസാനയുടെ ആയുധമെന്ന് പറയുന്നു. അങ്ങനെ അവർക്കായി കാക്കുച്ചോ ഒരു സംഭവം വിവരിക്കുന്നു. ഇസാനയ്ക്ക് 12 വയസ്സ് പ്രായമുണ്ടായിരുന്ന സമയം ഒരു ഗ്യാങ് കുട്ടികൾ അവനെ ക്രൂരമായി അറ്റാക്ക് ചെയ്തു. അങ്ങനെ ഇസാന ഹോസ്പിറ്റലിലായി. എന്നാൽ അയാൾ റിക്കവർ ആയതിനു ശേഷം തന്നെ ഇസാന അവനെ ഉപദ്രവിച്ചവരുടെ എല്ലാം അടുത്തേക്ക് റിവെഞ്ചിനായി ചെന്നു. അവരെല്ലാം മാരകമായി തന്നെ ഇസാന പരിക്കും ഏൽപ്പിച്ചു. കൂടാതെ ആ ഗ്രൂപ്പിന്റെ ലീഡറിനെ ഇസാന
അയാളുടെ ഫ്രണ്ട്സിനെയും ഫാമിലിയെയും ഉപദ്രവിച്ചുകൊണ്ട് അയാളെ ടോർച്ചർ ചെയ്തു. അങ്ങനെ അവസാനം അയാൾ തൂങ്ങി മരിക്കുകയാണ് ഉണ്ടായത്. അവസാനം ഇതെല്ലാം മൂലമാണ് ഇസാന ജുവനൈൽ ഹോമിൽ പോകാൻ കാരണമായത്. കൂടാതെ ഇസാന ഒരിക്കലും ഒരു ഫൈറ്റിൽ എതിരാളി മരിച്ചു പോകുമോ എന്നോർത്ത് പേടിച്ച് പിന്തിരിയില്ല എന്നും പക്ഷേ ഇപ്പോൾ അയാൾ മൈക്കിയെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഫൈറ്റ് ചെയ്യുന്നതെന്നും പറഞ്ഞത് കേട്ട കിസാക്കി പണ്ട് അയാൾ ഷിനിച്ചിറോയുടെ മരണം മൂലം ആകെ മാനസിക നില തെറ്റി തകർന്നിരുന്ന താടിയും മുടിയും വളർന്ന ഇസാനയെ കാണാൻ ചെന്നതും ശേഷം റിവഞ്ച് എന്ന ധാരണയിൽ അയാൾക്ക് ഈ പ്ലാൻ എല്ലാം പറഞ്ഞു കൊടുത്തതും കിസാക്കി ഓർക്കുന്നു. അങ്ങനെ ഇസാന മൈക്കിയോട് നന്നായി ഫൈറ്റ് ചെയ്യുന്നു. അപ്പോൾ തക്കേമിച്ചി അത് കണ്ട് മൈക്കിയുടെ അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങിയപ്പോൾ ഡ്രാഗൻ അവനെ തടയുന്നു. ശേഷം മൈക്കി സോളിറ്റ്യൂഡാണ് അയാളുടെ ആയുധമെന്ന് കണ്ട് പിന്നെന്തിനാണ് ഇത്രയും പവർഫുള്ളായ ഫൈറ്റേഴ്സ് അയാളുടെ ഒപ്പം വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇസാന അവരെ താനല്ല തന്നെ അവരാണ് ഉപയോഗിക്കുന്നതെന്ന് ഇസാന പറയുന്നു. എന്തെന്നാൽ അവരുടെ SS-2 ജനറേഷൻ കൺട്രോൾ ചെയ്യാനായി മാത്രമുള്ള ഒരാളായിരുന്നു താനെന്നും തെഞ്ചുക്കൂലിയുള്ളവരെല്ലാം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് നിലനിൽക്കുന്നതെന്നും തോമനെ പോലെ ഞങ്ങളിൽ പരസ്പരം സൗഹൃദങ്ങളില്ലെന്നും അത് തികച്ചും വ്യർത്ഥമാണെന്നും അയാൾ പറയുന്നു. എന്നാൽ ഇസാനയുടെ അറ്റാക്കുകൾ കണ്ട് തക്കേമിച്ചി ആശ്ചര്യപ്പെടുന്നു. അപ്പോൾ ഡ്രാഗനും അത് സമ്മതിച്ചുകൊണ്ട് ഇസാന ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നതെന്നും പറയുന്നു. ശേഷം മൈക്കി ഇസാനയോട് ഇനിയും എത്ര നാൾ അയാൾ ഒറ്റയ്ക്കാണെന്ന് വിശ്വസിച്ച് ജീവിക്കുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇസാന ഷിനിച്ചിറോയും എമ്മയും ഇപ്പോൾ മരിച്ചു, അതിനാൽ അവനും ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മൈക്കി ആ അറ്റാക്ക് ബ്ലോക്ക് ചെയ്തുകൊണ്ട് അയാൾക്ക് ഇപ്പോഴും ഒരു യങ്ങർ ബ്രദറും തനിക്കൊരു ഓൾഡർ ബ്രദറും ഉണ്ടെന്ന് പറയുന്നു. ഇസാന ഇത് കേട്ട് ഞെട്ടുന്നു. ശേഷം അവർ രണ്ടും തങ്ങളുടെ ഫൈറ്റ് മതിയാക്കുന്നു. അപ്പോൾ മൈക്കി മനസ്സിൽ ഇയാളായിരുന്നു ഷിനിച്ചിറോ സൂചിപ്പിച്ചിരുന്ന ഓൾഡർ ബ്രദർ എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ മൈക്കി അന്ന് ഷിനിച്ചിറോ ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി തനിക്ക് തീർച്ചയായും അയാളെ ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞതും ശേഷം ഇസാന എഴുതിയ കത്തുകൾ വായിച്ചതും ഓർക്കുന്നു. ശേഷം മൈക്കി ഇസാനയോട് അയാൾക്ക് ഇപ്പോഴും അനിയനായി താനുണ്ടെന്നും ശേഷം ഇസാനയെ ഓൾഡർ ബ്രദർ എന്ന് വിളിച്ച് തനിക്ക് ഇസാനയെങ്കിലും രക്ഷിക്കണമെന്ന് മൈക്കി പറയുന്നു. എന്നാൽ ഒന്നും മനസ്സിലാകാതെ ദേഷ്യം വന്ന ഇസാന അറ്റാക്ക് ചെയ്യാനായി തുടങ്ങിയപ്പോൾ മൈക്കി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി അയാളെ പഞ്ച് ചെയ്യുകയും ശേഷം മൈക്കിയുടെ സിഗ്നേച്ചർ സ്റ്റെപ്പ് വെച്ച് കിക്ക് ചെയ്ത് അയാളെ ബീറ്റും ചെയ്യുന്നു. അങ്ങനെ വീണ്ടും എണീറ്റ് ഫൈറ്റ് ചെയ്യാൻ വന്ന ഇസാനയെ മൈക്കി അറ്റാക്ക് ചെയ്തുകൊണ്ട് അയാൾക്ക് എന്താണ് പറഞ്ഞാൽ മനസ്സിലാകാത്തതെന്ന് ചോദിക്കുന്നു. കാരണം ഇസാന ശരിക്കും അവരുടെ ഹൃദയം തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ താങ്കൾ അയാളെ സ്വീകരിക്കുമായിരുന്നു എന്ന് മൈക്കി പറയുന്നു. എന്നാൽ ആകെ മാനസിക നില തെറ്റിയ അവസ്ഥയിൽ ഇസാന അയാളോട് നിർത്താനായി ആവശ്യപ്പെടുന്നു. എന്നാൽ മൈക്കി എന്തുകൊണ്ടാണ് ഇസാന എന്ന് ഉറക്കെ വീണ്ടും അയാളോട് ചോദിക്കുന്നു. അപ്പോൾ ഷിനിച്ചിറോയും ഇതേ ചോദ്യം തന്നെ പണ്ട് ഇസാനയോട് ചോദിച്ചത് ഓർത്തുകൊണ്ട് ഇസാന അവരോട് രണ്ടുപേരോടും നിർത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് മൈക്കിയെ അറ്റാക്ക് ചെയ്യാനായി വരുന്നു. എന്നാൽ മൈക്കി വീണ്ടും തിരിച്ച് ഇസാനെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ മൈക്കിയെ നോക്കി ഇസാന അവൻ്റെ അടുത്തായി ഷിനിച്ചിറോയും എമ്മയും നിൽക്കുന്നത് കണ്ട് ആശ്ചര്യപ്പെടുന്നു. ശേഷം മൈക്കി അയാൾ പരാജയപ്പെട്ടു എന്ന് പറയുന്നു. എന്നാൽ ഇസാന അലറിക്കൊണ്ട് കിസാക്കിയുടെ അടുത്തേക്ക് പോയി അയാളുടെ കയ്യിൽ നിന്ന് ഗണ്ണ് വാങ്ങി മൈക്കിക്ക് നേരെ ചൂണ്ടുന്നു. ശേഷം പറയുന്നു എനിക്കൊരിക്കലും ഒരു ഫൈറ്റ് തോൽക്കാൻ കഴിയില്ല, കാരണം ഇനി അഥവാ ഞാൻ തോറ്റാൽ അതെനിക്കെല്ലാം നഷ്ടപ്പെടുന്നതിന് തുല്യമാണെന്ന് അയാൾ പറയുന്നു. ഒപ്പം ഇസാന അയാളെ അമ്മ അനാഥാലയത്തിലാക്കുന്നതിന് മുമ്പ് അയാളോട് വളരെ ശക്തനായി തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞതും അപ്പോൾ അയാൾ സ്മരിക്കുന്നു. ചിഫിയും ഡ്രാഗനും എല്ലാം ഇസാനയെ എതിർക്കുന്നു. എന്നാൽ മൈക്കി ഇസാനയോട് അയാളെ ഷൂട്ട് ചെയ്യാനായി വെല്ലുവിളിക്കുന്നു. പക്ഷേ ഇസാനയ്ക്ക് അതിന് സാധിക്കുന്നില്ല. അപ്പോഴേക്കും കാക്കുച്ച വന്ന് അയാളുടെ കയ്യിൽ നിന്നും ആ തോക്ക് തട്ടിമാറ്റുന്നു. ശേഷം തെഞ്ചുക്കു തോറ്റു എന്നത് അക്സെപ്റ്റ് ചെയ്യാൻ അയാളോട് പറയുന്നു. എന്നാൽ ഇസാന തന്റെ തീരുമാനത്തെ എതിർക്കാൻ എങ്ങനെ അവന് ധൈര്യം വന്നു ദേഷ്യത്തോട് ചോദിക്കുന്നു. അതേസമയം തന്നെ കാക്കുച്ചോ പണ്ട് നടന്ന സംഭവങ്ങൾ ഓർക്കുന്നു. കുട്ടിയായ കാക്കുച്ചോ ഒരിക്കൽ മണ്ണുകൊണ്ടൊരു കൂന ഉണ്ടാക്കുന്നത് കണ്ട് ഇസാന അതെന്താണെന്ന് ചോദിച്ചപ്പോൾ കാക്കുച്ചോ അത് ആക്സിഡന്റിൽ മരിച്ചുപോയ തന്റെ മാതാപിതാക്കളുടെ ഓർമ്മയ്ക്ക് അയാൾ കുഴിമാടമാണെന്ന് പറയുന്നു. എന്നാൽ അത് കാലുകൊണ്ട് തെറിപ്പിച്ച് കളഞ്ഞ ശേഷം ഇസാന പറയുന്നു മരിച്ചുപോയവരെ കുറിച്ച് പിന്നീട് ഒരിക്കലും ഓർക്കരുത്, കാരണം അവർ ഒരിക്കലും നിന്നെ സംരക്ഷിക്കില്ല. കൂടാതെ നിനക്കൊരു കഴിവുമില്ലെങ്കിൽ ആർക്കും നിന്നെയും ആവശ്യവും ഉണ്ടാകില്ല. എന്നാൽ ഇന്ന് ഞാൻ നിനക്ക് ജീവിക്കാനുള്ളൊരു കാരണം നൽകുകയാണ്. ഇന്നു മുതൽ നീ എൻ്റെ അടിമയും ഞാൻ നിന്റെ രാജാവുമായിരിക്കും. ഒരു അടിമയായിട്ടാണെങ്കിൽ പോലും അപ്പോൾ മരിക്കാൻ തയ്യാറായി നിന്ന കാക്കുച്ചോയ്ക്ക് ഇസാനയുടെ വാക്കുകളാണ് പിന്നീട് ജീവിക്കാൻ കാരണമാക്കിയത്. ശേഷം കാക്കുച്ചോ പറയുന്നു ഞാൻ എന്നും നിന്നെയാണ് ഫോളോ ചെയ്തിരുന്നത്. നീ ഇനിയും ആവശ്യപ്പെട്ടാൽ മറിച്ചൊന്നും ചിന്തിക്കാതെ ഞാൻ നിനക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകും. പക്ഷേ ദയവ് ചെയ്ത് ഈ നാണംകെട്ട ഫൈറ്റ് അവസാനിപ്പിച്ച് തെഞ്ചുക്കു തോറ്റതായി അംഗീകരിക്കൂ എന്ന് കാക്കുച്ചോ അപേക്ഷിക്കുന്നു. കാരണം അവൻ ഇസാനയെ അങ്ങനെ ഒരു അവസ്ഥയിൽ കാണാൻ കഴിയില്ലായിരുന്നു. എന്നാൽ അത് ശ്രദ്ധിക്കാതെ ഇസാന തെഞ്ചുക്കുവിന്റെ എക്സിക്യൂട്ടീവ്സിനോട് കാക്കുച്ചോയെ കൊല്ലാനായി ഓർഡർ കൊടുക്കുന്നു. എന്നാൽ കാക്കുച്ചോ തെഞ്ചുക്കു തോറ്റു എന്നത് അംഗീകരിക്കാൻ അയാളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇസാന അലറിക്കൊണ്ട് അയാളോട് നിർത്താനായി ആവശ്യപ്പെടുന്നു. എന്നാൽ അപ്പോഴേക്കും കാക്കുച്ചോയെ ഷൂട്ട് ചെയ്തുകൊണ്ട് കിസാക്കി അവൻ ഇത്രയും നാളും തനിക്കൊരു ന്യൂസൻസ് ആയിരുന്നു എന്ന് പറയുന്നു. എല്ലാവരും അത് കണ്ട് ഞെട്ടുന്നു. അങ്ങനെ എപ്പിസോഡ് 11 അവസാനിച്ചു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ കമന്റ് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോ ഉടനെ വരാം. അതുവരേക്കും ടേക്ക് കെയർ.